അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പിന്നെയും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞാനൊരു വാക്സ് മെഷീൻ അൺബോക്സ് ചെയ്ത വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പാർട്സ് മിസ്സിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ബോക്സിൻ്റെ അകത്തുണ്ടായിരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യണമെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ ബാക്കി പരിപാടി ഇപ്പം ഞാനിത് കണക്ട് ചെയ്തു. ഇനി നമ്മുടെ ഈ സാധനം നമ്മൾ ഇങ്ങോട്ട് കണക്ട് ചെയ്യുകയാണേ. ഇത് ഇവിടെ നമ്മൾ വാട്ടർ, ഇവിടെ വാട്ടർ, ഇവിടെ സൊല്യൂഷനാണ്. അതൊക്കെ ഞാൻ പിന്നെ ഉപയോഗിക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പം ഞാൻ ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് വെക്കുന്നത് മാത്രമേ ഉള്ളേ. ഓക്കെ, ഇതിങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പം അത് സെറ്റപ്പായി. ഇനി നമ്മുടെ ബാക്കി പരിപാടി എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് ഫിറ്റ് ചെയ്യുമ്പോൾ കാണാം. അത് കയറ്റി വെച്ചു. ഇനി ഫില്ലിങ് ദ വാട്ടർ ഒക്കെ സൊല്യൂഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ഊരി എടുക്കുവാങ്ങാണ്ടാണെന്ന് തോന്നുന്നു. പ്രസ് ദ ക്ലീൻ വാട്ടർ സൊല്യൂഷൻ ടാങ്ക്, റിലീസ് ദ ബട്ടൺ, പുൾ ആൻഡ് ലിഫ്റ്റ് ടു റിമൂവ് ദ ടാങ്ക്. ഇതിങ്ങനെ പിടിച്ചിട്ട് പുൾ ആൻഡ് റിമൂവ് ആണ്. ഇങ്ങനെ ഇങ്ങോട്ട് ഊരി എടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇതിങ്ങനെ എടുക്കാം. ഓക്കെ, പിന്നെ ട്വിസ്റ്റ് ദ വാട്ടർ സൊല്യൂഷൻ ടാങ്ക് ക്യാപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് ആൻഡ് റിമൂവ്. ട്വിസ്റ്റ് ദ വാട്ടർ സൊല്യൂഷൻ ടാങ്ക് ക്യാപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് ആൻഡ് റിമൂവ്. ഇവിടെ ഇതിങ്ങനെ അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചത്. ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഇവിടെ ഞെക്കിയാൽ മാത്രമേ അത് ഊരാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. അതൊക്കെ പോട്ടെ. നമുക്കിനി വയറും കാര്യങ്ങളൊക്കെ എവിടെ വെക്കണ്ടേ, എങ്ങനെ വെക്കണ്ടേ എന്നൊക്കെ നോക്കാം. Using the machine should be the upright solution and deactivate the spin rub brushes and brush bar. For the required carpet cleaning solution into the tank, fill the carpet tank with warm water, turn the wash rinse dial to wash. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ വാഷ് ചെയ്യാൻ ഡിഫറെൻ്റ് ആണ്. ഹാർഡ് ഫ്ലോർ വാഷ് ചെയ്യാൻ, ക്ലീനിങ് ദ നോസിൽ, റിമൂവിങ് ദ ക്ലീനിങ് ദ സ്പിൻ റബ്ബ്, അങ്ങനെയൊക്കെയുള്ള ഓരോന്നും ഓരോ രീതിയിലാണ്. ഓക്കെ, സോ ഈ ഹോസ് എവിടെ വെക്കണ്ടേ എന്ന് എനിക്കറിയില്ല. ഈ ഹോസ് ടേൺ ദ വാഷ് മോഡ് ഓൺ ടോപ്പ് ടാങ്ക് ടു ബിഗിൻ ക്ലീനിങ്. അപ്പം ഇതിൻ്റെ പേരാണ് പ്രീ ട്രീറ്റ്മെൻറ്റ് വാൻഡ്. ഇതെന്താണെന്ന് എനിക്കറിയാൻ മേല, നമുക്ക് നോക്കാം പിന്നെ. ഓക്കെ, പിന്നെ ഈ സാധനം ആണ് നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഞാനിത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചോട്ടോ. ഇത് ഹാർഡ് ഫ്ലോർ സ്ക്യൂസ്. അപ്പോൾ ഹാർഡ് ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സംഭവമാണ് ഇത്. ഓക്കെ, പിന്നെ 2x250 ml പ്ലാറ്റിനം സൊല്യൂഷൻ. അതായത് എനിക്ക് തോന്നുന്നു ഇത് രണ്ടും. ഓക്കെ, ഈ രണ്ട് സൊല്യൂഷൻ ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. പ്ലാറ്റിനം ഫോർ യൂസ് ഓൺ കാർപ്പറ്റ്സ്, അപ്ഹോൾസ്റ്ററി ആൻഡ് ഹാർഡ് ഫ്ലോറിലും കാർപ്പറ്റിലും അതുപോലെ തന്നെ നമ്മുടെ ഈ സോഫയൊക്കെ ഇല്ലേ അതിനൊക്കെ ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെ ഒരു പ്രീ ട്രീറ്റ്മെൻറ്റ് സൊല്യൂഷനാണ്. അതിൻ്റെ ഈ അടപ്പ് തുറന്നിട്ട് നമുക്ക് ഈ ക്യാപ്പ് അട്ടയിലേക്ക് ഉപയോഗിക്കാം കേട്ടോ. അതാണ് അത്. പിന്നെ അസസറി ബാഗ് നിങ്ങൾ ഓൾറെഡി കണ്ടു. ഇത് അസസറി ബാഗ്. ഓക്കെ, പിന്നെ സ്കിൻ സ്ക്രബ് ടൂൾ. എനിക്ക് തോന്നുന്നു ഇതാണത്, സ്പിൻ സ്ക്രബ് ടൂൾ. ഓക്കെ, അത്. പിന്നെ ഒരു ഇത് ഞാൻ പറഞ്ഞിട്ടോ എന്നാണ്. പിന്നെ നമുക്ക് വേറൊരു സാധനം ഐ തിങ്ക് ഇത് അപ്ഹോൾസ്റ്ററി വാഷാന്ന് തോന്നുന്നു കേട്ടോ. അതായത് നമ്മുടെ ഈ സോബയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള സാധനമാണെന്ന് കേട്ടോളെ. പിന്നെ നമുക്ക് വേറൊരു സാധനമുണ്ട്, അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതാണ് സ്പിൻ സ്ക്രബ് ടൂൾ കേട്ടോ. ഇത് സ്പിൻ സ്ക്രബ് ടൂള്. ഓക്കെ, എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇത് 2.5 മീറ്റർ ഉള്ള ഒരു ഹോസാണ്. അതിൻ്റെ അറ്റമൊക്കെ ഇത് ഇങ്ങനെയാട്ടോ ഇരിക്കുന്നത്. അതൊക്കെ അക്സസറി ബാഗിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളാണ്.
അത്രയൊക്കെ സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ എന്താന്ന് പറഞ്ഞാൽ സ്പിൻ സ്ക്രബ് ബ്രഷസ് ആൻഡ് ബ്രഷ് അതൊക്കെ ഇത്തിരി ഓൾറെഡി കണക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബാക്കി സാധനങ്ങൾ എന്നൊക്കെ അത് നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഈ ബാക്കിയുള്ള അക്സസറീസൊക്കെ നമുക്ക് ഓരോന്നും ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഹോസ് ഉണ്ട്, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഓക്കെ, ഇവിടെ അപ്പം ഇതിൻ്റെ താഴെയായിട്ട് ഒരു സംഭവമുണ്ട് ഇവിടെ. അപ്പം ഇവിടെ നമ്മളിതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഇത് കാണാം. അപ്പം ഇങ്ങോട്ടാണ് നമ്മുടെ ഹോസ് ഇവിടെ നമ്മൾ ഘടിപ്പിക്കുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഘടിപ്പിക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം. അപ്പം അതൊക്കെ ഈ ഫ്ലോറൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ വില എനിക്ക് തോന്നുന്നു 175 പൗണ്ട്സ് സംതിങ് ആയിരുന്നു. ഞാനിവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കാം. അപ്പം നമുക്കതിനൊരു ഓഫർ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടും. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയതാണ് 2 ബോക്സ്. ഇതെന്താണെന്ന് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഇതെല്ലാം തുറന്ന് നോക്കട്ടെ. അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് നമ്മുടെ വാക്സ് പ്ലാറ്റിനം ആൻറ്റി ബാക്ടീരിയൽ സൊല്യൂഷൻ. ഇത്രയും വലിയൊരു കുപ്പി കേട്ടോ. നമ്മുടെ ഇതിലുള്ളത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഷെട്ടിക്കൊണ്ടുവരാം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഓഫറിലുണ്ടായിരുന്നായിരുന്നു. പിന്നെ നമുക്ക് ഇതിനടുത്ത് കിട്ടിയതാണ് ഒരു സ്റ്റീം മോപ്പ്. ഓക്കെ, നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. സ്റ്റീം മോപ്പ് ഓക്കെ. അതാണെങ്കിൽ നമുക്ക് കോർണേഴ്സിലൊക്കെ ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ ഒക്കെയാണ് എല്ലായിടത്തും സ്റ്റീം വാഷ് ചെയ്യാം. ഓക്കെ, അപ്പം അതൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് അതാണ് നമ്മുടെ പരിപാടി. അപ്പം ഇതാണ് നമ്മുടെ ആ സാധനം. അപ്പം അതിൻ്റെത് ക്വിക്ക് ആൻഡ് ഈസി സ്റ്റീം ക്ലീനിങ്ങിൻ്റെ ബുക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ രജിസ്ട്രേഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, കണ്ടോ, ഇത് ജസ്റ്റ് നമുക്ക് സ്റ്റീം ക്ലീൻ ചെയ്യാം. ഓക്കെ, പിന്നെ അതിൻ്റെ ഹാൻഡിലാണിത് കേട്ടോ. ഹാൻഡിൽ നമുക്ക് ഇവിടെ കയറ്റാം എന്നെനിക്ക് തോന്നുന്നു. എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, നമുക്ക് നോക്കാം. ഒരു വെട്ടലുണ്ടായിരിക്കും, അവിടെ എങ്ങാണ്ട് ആക്കിയിട്ട് വേണം ഇത് കയറ്റാൻ. അതൊന്നും എനിക്കറിയില്ല കേട്ടോ, ഇങ്ങനെ നോക്കാം. അത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കുറച്ച് ബ്രഷുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മോപ്പ്. ഓക്കെ, ഇതാണ് അതിൻ്റെ മോപ്പ്. അപ്പം മോപ്പ് എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങോട്ട് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ ഈ സംഭവത്തിൽ ഇങ്ങനെ ഇവിടെ കണക്ട് ചെയ്യുകയെന്ന് തോന്നുന്നു. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്യുവാണ്. പിന്നെ ഇത് ഇവിടെ കണക്ട് ചെയ്യുവാണ്. പക്ഷേ ഇത് ടൈറ്റ് എങ്ങനെയാകുന്നു എന്ന് എനിക്കറിയില്ല. പോലും എന്നൊരു വിശ്വാസം. അതുപോലെ പോരുമല്ലോ. ഹാൻഡിൽ റിലീസ്, ഇത് ഹാൻഡിൽ റിലീസ് ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ അറിയില്ല കേട്ടോ. ഇങ്ങനെ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ. ഓക്കെ, ഇനി ഇതിൻ്റെ കൂട്ടത്തിലുള്ളത് ഒരു വെള്ളമൊഴിക്കുന്ന ഒരിത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയാണ് ഇതിൻ്റെ സംഭവങ്ങൾ. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നതെന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒത്തിരി ലോങ് ആയി പോകും.
അപ്പോൾ ഞാൻ ഓരോന്നും ഉപയോഗിക്കുന്ന വിധം എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. അല്ലെങ്കിൽ മേടിക്കാൻ താല്പര്യമുള്ളവർ നമുക്കിതിൻ്റെ അകത്ത് ക്ലാർന എന്ന് പറഞ്ഞൊരു ഇതുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് മന്ത്ലി നമുക്ക് പേ ചെയ്താണെങ്കിൽ സാധനങ്ങൾ മേടിക്കാം. ഞാനിത് മൊത്തം പൈസ കൊടുത്താണ് മേടിച്ചത്, ബോക്സ് എന്നുള്ള കമ്പനിയിൽ. അതാണ് എനിക്ക് ചീപ്പറായിട്ട് തോന്നിയത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വാക്സിൻ്റെയും മെഷീൻ മേടിച്ചപ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പൈസയേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ എൻ്റെ മൊബൈലിലുണ്ട്, ഞാൻ അതിൻ്റെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ.